സംഭൽ സംഘർഷ മേഖലയിൽ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ തടഞ്ഞ് യുപി പോലീസ്. ലഖ്നൌവിൽ വെച്ചാണ് കോൺഗ്രസ് സംഘത്തെ പോലീസ് തടഞ്ഞത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, സംഭലിൽ പുറത്തുനിന്ന് ആരും പ്രവേശിക്കരുതെന്ന് നേരത്തെ തന്നെ യുപി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘം അവിടെ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, അനാവശ്യമായ പ്രകോപനം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമാണ് ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. നീലിമ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 10-ാം തീയതി വരെയാണ് കടുത്ത നിയന്ത്രണം സാമ്പാൽ മേഖലയിൽ യുപി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഒരു പള്ളിക്കകത്ത് സർവേ നടക്കുന്നു, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മാരക ആയുധങ്ങളുമായി ഒരു സംഘം എത്തുന്നു. പിന്നീട് വലിയ സംഘർഷത്തെ തുടർന്ന് 5 പേർ അവിടെ കൊല്ലപ്പെട്ട ഒരു പ്രദേശമാണ്. അതിനുശേഷം അവിടെ തുടർ സംഘർഷം ഉണ്ടായിട്ടില്ല എന്നത് തന്നെ യുപി പോലീസ് എടുത്ത കടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടാണ്. അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു. സാമ്പാൽ മേഖലയിലേക്ക് പുറത്തു നിന്ന് ആർക്കും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ബാരിക്കേഡുകൾ വെച്ച് ആ പ്രദേശത്തേക്ക് പുറത്തുനിന്നും എങ്ങനെയൊക്കെ എത്താൻ മാർഗങ്ങളുണ്ടോ അതിനെല്ലാം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് പോകണം എന്ന് വാശി പിടിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ചത്. യുപിയുടെ തലസ്ഥാനമായ ലക്നൌവിൽ വെച്ച് തന്നെ ഈ സംഘത്തെ ഇപ്പോൾ യുപി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അവിടെ ചെറിയ തോതിലുള്ള ഉന്തും തള്ളുമൊക്കെ ലക്നൌവിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും യുപി പോലീസ് ഒരു കാരണവശാലും ആരെയും അവിടേക്ക് കടത്തിവിടില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഡിസംബർ 10-ാം തീയതി വരെ രാഷ്ട്രീയ നേതാക്കളോ അതല്ലെങ്കിൽ മത നേതാക്കളോ ഏതെങ്കിലും സമുദായത്തിൻ്റെ നേതാക്കളോ അത്തരം ആരെയും ആ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അത്തരം ആളുകൾ അവിടേക്ക് എത്തുന്നത് സംഘർഷത്തെ വ്യാപിപ്പിക്കാനും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനും കാരണമാകുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സംഘവും ഇതേ രീതിയിൽ ഡൽഹിയിൽ നിന്നും സംഭാലിലേക്ക് പോകാനൊരു ശ്രമം നടത്തിയിരുന്നു. അത് പോലീസ് തടഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ യുപി അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അനാവശ്യമായ ഒരു യാത്ര നടത്താൻ ശ്രമം ഉണ്ടായത്. എന്തായാലും യുപി പോലീസ് അത് വളരെ വിജയകരമായി ലക്നൌവിൽ വെച്ച് തന്നെ തടഞ്ഞിരിക്കുകയാണ്. നീലിമ, ഗൗതം, ഇതിൽ കാണേണ്ട ഒരു വസ്തുത അങ്ങേയറ്റം പ്രകോപനമുണ്ടാക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, യുപി കോൺഗ്രസ് അധ്യക്ഷനാണ്. ആ സംഭൽ സംഘർഷ മേഖലയിൽ അത്തരത്തിൽ കടന്നു കയറാൻ ശ്രമമുണ്ടായത്. ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കി വീണ്ടും സംഭലിലെ സ്ഥിതി സംഘർഷത്തിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സംശയിക്കേണ്ടതല്ലേ? നീലിമ, മുൻപൊക്കെ യു പിയെ സംബന്ധിച്ച് നമുക്കറിയാം, യോഗി ആദിത്യനാഥിൻ്റെ ഒരു സർക്കാർ അവിടെ അധികാരത്തിലേറുന്നതിന് മുൻപ് ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള കലാപങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഴ്ചകൾ നിലനിൽക്കുന്ന കലാപങ്ങളായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേരെങ്കിലും മരണപ്പെടുന്ന കലാപങ്ങളുടെ ചരിത്രമാണ് ഉത്തർപ്രദേശിന് മുൻപ് പറയാനുള്ളത്. ഒരു 947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് യു പി സംസ്ഥാനം രൂപീകൃതമായപ്പോൾ മുതലുള്ള ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ 2017 ശേഷം നമ്മൾ നോക്കണം, യു പിയിൽ കാര്യമായ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പോലീസ് വെടിവെപ്പോ അല്ലെങ്കിൽ ഇരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ നടക്കുന്നുണ്ടെങ്കിലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായ ആളുകൾ മരണപ്പെടുന്ന, വീടുകൾ കത്തിക്കുന്ന, ക്ഷേത്രങ്ങളും പള്ളികളും ആക്രമിക്കുന്ന കലാപങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇല്ല എന്നത് യു പിയിലെ ജനങ്ങൾ ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന് ലഭിച്ച വോട്ടുകൾ എന്തുകൊണ്ട് അവിടെ BJPക്ക് തുടർഭരണം ലഭിച്ചു എന്നതിനെപ്പറ്റി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയ പഠനത്തിൽ കണ്ട ഒരു കാര്യം, സ്ത്രീകൾ ഉൾപ്പെടെ യോഗിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ യു പി സർക്കാരിന് സാധിക്കുന്നു. മുൻപുള്ളതുപോലെ കലാപങ്ങളോ ഗുണ്ടാരാജോ ഇപ്പോൾ യു പിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സാമ്പലിൽ നടന്ന ഈ സംഘർഷം അത് ആദ്യത്തെ വലിയ ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകുന്നു. 5 പേർ കൊല്ലപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പഴയ യു പിയുമായി താരതമ്യം ചെയ്താണെങ്കിൽ ഒരു 100 പേർ 150 പേര് മരണപ്പെടേണ്ട സാഹചര്യം സംഭലിൽ ഉണ്ടായിരുന്നു. വലിയ കലാപമാണ് അവിടെ ആ നിമിഷങ്ങളിൽ ഉണ്ടായത്. പക്ഷേ അതിനെ കൃത്യമായി തന്നെ അടിച്ചമർത്താനും തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ സംഘർഷം മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനും യു പി സർക്കാരിനും അവിടുത്തെ പോലീസിനും കഴിഞ്ഞു. അത് അനാവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് പഴയ ഉത്തർപ്രദേശിന്റെ സാഹചര്യത്തിലേക്ക് എത്തിക്കാനാണോ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒക്കെ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. നീലിമ, ശരി, ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.